Hello, hi, welcome back to our channel Metro Spices. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ചെമ്മീൻ കൊണ്ട് എങ്ങനെ ഒരു തീയൽ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെമ്മീൻ തീയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തിയിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബൈ. ഇതൊരു 1/2 കിലോ കൊഞ്ച് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ വെട്ടി ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ഏകദേശം ഒരു 300 ഗ്രാം തന്നെ വരത്തുള്ളൂ. അപ്പോൾ ഒരു 300 ഗ്രാം കൊഞ്ച്, അതിനൊപ്പം ഒരു 10-15 ചെറിയ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ഒരു പകുതി മുരിങ്ങയ്ക്ക, 1 കപ്പ് തേങ്ങ ചിരികിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്ലസ് ഒരു പകുതി തക്കാളി, കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ചമുളക്. ഇതൊരു വറുത്തരച്ച ചെമ്മീൻ തീയലായതുകൊണ്ട് നമുക്ക് ഈ തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിലേക്കായിട്ട് ഒരു കടായി അടുപ്പിൽ വെച്ചു. ഇനി നമുക്ക് നേരത്തെ ചിരികി വെച്ചിരുന്ന തേങ്ങയൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങയൊക്കെ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചിക്കിയതിന് ശേഷം നമുക്കൊരു 3-4 ചെറിയ ഉള്ളി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ ഉള്ളിക്കൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് കുരുമുളകും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഞാനൊരു 1 ടേബിൾ സ്പൂൺ കുരുമുളക് ആഡ് ചെയ്ത് കൊടുത്തു. തേങ്ങ വറക്കുന്നതിന് മുമ്പായിട്ട് നാരങ്ങ വലിപ്പത്തിലുള്ള കുറച്ച് പുളി എടുത്തിട്ട് ചെറു ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഈ തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കാം. വറക്കുമ്പം ഈ ഒരു കളറിലായി വരുന്ന ടൈമിൽ നമുക്കൊരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, ഒരു 3/4 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും കൂടെ ആഡ് ചെയ്ത് ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കിതിനൊന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പിന് മേളിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പം ഇത് ഇതുപോലെ അരഞ്ഞു വരണം. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് അടുപ്പിലൊരു ചട്ടി വെച്ചിട്ട് അതിൽ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കുറച്ച് ചെറിയ ഉള്ളിയുണ്ട്. ആ ചെറിയ ഉള്ളി നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഈ ചെറിയ ഉള്ളി വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പൂടെ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഞാൻ കുറച്ചൊരു 1/2 ടീസ്പൂണുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വഴണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതിയാവും. ഇത് വാടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ഒരു അരപ്പ്, തയ്യാറാക്കി വെച്ച അരപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്തു വെച്ച മുരിങ്ങയ്ക്കയും തക്കാളിയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തു. ഒപ്പം തന്നെ തക്കാളി, ഞാനൊരു വലിയ തക്കാളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് മുരിങ്ങയ്ക്ക, നേരത്തെ എടുത്തു വെച്ചിരുന്ന മുരിങ്ങയ്ക്ക ഇവിടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പുളി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിവെള്ളം കൂടെ ഇതിനകത്തോട്ടൊന്ന് പിഴിഞ്ഞ് വീത്തി കൊടുക്കാം. അപ്പോൾ ഞാൻ ആ പുളിവെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് വീത്തി കൊടുത്തു ഇതിനകത്തോട്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ വെട്ടി തിളയ്ക്കുന്ന ടൈമിൽ നമുക്ക് നേരത്തെ എടുത്ത് വെച്ച കൊഞ്ച് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ചെമ്മീൻ ആഡ് ചെയ്തൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ അധികം വേവയാണെങ്കിൽ ഈ ചെമ്മീനൊക്കെ റബ്ബർ പോലെ ആയി പോകും. അപ്പോൾ കഴിക്കാനൊരു സുഖം കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 10 മിനിറ്റ് ഇതുപോലെ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കടുക് വറുത്ത് വീത്തണം. അപ്പം കടുക് വറുത്ത് വീത്താനായിട്ട് ഞാൻ ചെറിയൊരു കടായി അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു 3-4 വറ്റൽമുളകൊക്കെ ചേർത്ത് നല്ല രീതിയിൽ കടുക് വറുത്ത് നമുക്കിതിലോട്ട് താളിച്ച് കൊടുക്കാം. കടുക് വറുത്തൊഴിച്ചിട്ട് നമുക്കൊരു 1 മിനിറ്റോടെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിനൊരു 5-10 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോഴത്തേക്ക് ഈ കടുക് വറുത്തിൻ്റെ ഫ്ലേവറൊക്കെ നമ്മുടെ കറിയിലോട്ട് ഇറങ്ങും. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഇതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ.